എസ്.എഫ്.ഐ ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ CPM തയ്യാറാകണമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാർത്ഥിയുമായ സഞ്ജോസിനെ ക്രൂരമായിട്ടാണ് ക്രിമിനലുകളായ കുട്ടിസഖാക്കൾ മർദ്ദിച്ചത്. പ്രതിഷേധ സ്ഥലത്തെത്തിയ വിൻസെന്റ് MLAയും SFIക്കാർ കയ്യേറ്റം ചെയ്തു. ഈ സമയത്തെല്ലാം പോലീസുകാർ വെറും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. KSU പ്രവർത്തകനെ മർദ്ദിച്ച SFIക്കാർക്കെതിരെ കേസെടുക്കാത്തതിനെ തുടർന്നാണ് MLAമാരായ N. വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ എന്നിവർ കുട്ടികളോടൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. അത് ജനപ്രതിനിധികളുടെ കടമ കൂടിയാണ്. അതുകൊണ്ട് മാത്രമാണ് അക്രമം നടത്തിയ SFI പ്രവർത്തകർക്കെതിരെ പേരിനെങ്കിലും കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. അതിൻ്റെ പ്രതികാരമാണ് UDF MLAമാർക്കെതിരെയുള്ള പോലീസിൻ്റെ കള്ളക്കേസ്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPMൻ്റെയും അവർക്ക് സഹായം നൽകുന്ന പോലീസിൻ്റെയും നിലപാട് പ്രതിഷേധാർഹമാണ്. SFIയുടെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേറ്റതിൻ്റെ പേരിൽ KSUവിൻ്റെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കാനാവില്ല. അധ്യാപകൻ്റെ കാൽവെട്ടുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കുകയും ക്യാമ്പസുകളിൽ ആക്രമണങ്ങൾ നടത്തുകയും നിരപരാധികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കുട്ടിസഖാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ CPM ഭാവിയിലേക്കുള്ള കൊട്ടേഷൻ സംഘത്തെ വാർത്തെടുക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. SFIക്ക് സ്വാധീനമുള്ള കലാലയങ്ങളിൽ ഇടിമുറികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഇടതനുകൂലികളായ അധ്യാപകരുടെ സഹായവും ലഭിക്കുന്നുണ്ട്. സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ MA മലയാളം വിദ്യാർത്ഥിയുമായ സഞ്ജോസിനെ ക്രൂരമായി മർദ്ദിച്ചതിലൂടെ SFI ക്രിമിനൽ സംഘത്തിൻ്റെ കാടത്തം വീണ്ടും പുറത്തു വന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടും SFI ക്രിമിനലുകൾക്ക് ചോരക്കൊതി മാറുന്നില്ല. കുട്ടിക്രിമിനലുകളുടെ കൂട്ടായ്മയായി SFI ക്യാമ്പസുകളിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാകില്ലെന്നും സതീശൻ പറഞ്ഞു. പ്രിൻസിപ്പലിൻ്റെ ചെകിട്ടത്തടിക്കുകയും അധ്യാപകരുടെ കാൽവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന SFI ക്രിമിനൽ സംഘത്തിന് സർക്കാരും പോലീസുമാണ് സംരക്ഷണമൊരുക്കുന്നത്. കൊട്ടേഷൻ ലഹരിക്കടത്ത് സംഘങ്ങളുടെ തലവന്മാരായി സംസ്ഥാനത്തെ CPM DYFI നേതൃത്വവും നേതാക്കളും തന്നെയാണ്. പ്രിൻസിപ്പലിൻ്റെ ചെകിട്ടത്തടിക്കുകയും അധ്യാപകരുടെ കാൽവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന SFI ക്രിമിനൽ സംഘത്തിന് സർക്കാരും പോലീസുമാണ് സംരക്ഷണമൊരുക്കുന്നത്. കൊട്ടേഷൻ ലഹരിക്കടത്ത് സംഘങ്ങളുടെ തലവന്മാരായ സംസ്ഥാനത്തെ CPM DYFI നേതൃത്വവും നേതാക്കളും തന്നെയാണ് SFI വിദ്യാർത്ഥികളെയും അധമ വഴികളിലേക്ക് നയിക്കുന്നത്. CPM നേതൃത്വത്തെ ബാധിച്ച ജീർണതയാണ് അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളിലും കാണുന്നത്. SFIയുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതികരിച്ചു തുടങ്ങിയെന്ന് നേതൃത്വം ഇനിയെങ്കിലും ഓർക്കണം. രക്ഷാപ്രവർത്തനമല്ല, ക്രൂരതയാണ് SFI ക്രിമിനലുകൾ ക്യാമ്പസുകളിൽ നടത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും മനസ്സിലാക്കണം. ഗുണ്ടാ സംഘങ്ങളെ ക്യാമ്പസിൽ ഇനിയും അയച്ചുവിടാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രതിരോധമുണ്ടാവുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് AWIN അക്കാഡമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. AWIN അക്കാഡമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ RK, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.